ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് ജൂൺ 15 തൊട്ട് 21 വരെയുള്ള കാര്യങ്ങളാണ്. ജൂൺ 1 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങൾ, അതായത് ജൂൺ ഫസ്റ്റ് വീക്കിലെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ജൂൺ സെക്കൻഡ് വീക്കിലെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു. 8 to 14. ഇനി തേർഡ് വീക്കാണ് ജൂൺ 15 to 21. നമ്മുടെ ചാനല് അറിയാലോ, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നു, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ടീം won the IPL 2025 title? Which team won the IPL 2025 title? The right answer is RCB, അല്ലെ? RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, won the IPL 2025 title. അപ്പോ ഇന്ത്യൻ പ്രീമിയർ ലീഗ്, അതാണല്ലോ ഈ IPL എന്ന് പറയുന്നത്. അതിന്റെ 2020 ക്രിക്കറ്റിന്റെ 18ാം പതിപ്പിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. IPL-ല് റോയൽ ചലഞ്ചേഴ്സിന്റെ ആദ്യ കിരീട നേട്ടമാണിത് കേട്ടോ. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലില് പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ചാണ് വിരാട് കോഹ്ലിയും സംഘവും 18 വർഷത്തെ കാത്തിരിപ്പ് സഫലമാക്കിയത്. ബംഗളൂരുവിന്റെ ക്രൂനാൽ പാണ്ഡ്യയാണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത്. സീസണിലെ എല്ലാ മത്സരങ്ങളിലും ജയം നേടുന്ന ആദ്യ ടീം എന്ന റെക്കോർഡോടെയാണ് രജത് പാട്ടിദാർ നയിച്ച ബാംഗ്ലൂരു പ്ലേ ഓഫിൽ കടന്നത്. മുംബൈ താരം സൂര്യകുമാർ യാദവ് സീസണിലെ മൂല്യമേറിയ താരമായി മാറി. ഗുജറാത്ത് താരങ്ങളായിട്ടുള്ള സായ് സുദർശനും പ്രസിദ്ധ് കൃഷ്ണയും ഏറ്റവും കൂടുതൽ റൺസും വിക്കറ്റും നേടുന്ന താരങ്ങളായി മാറി. സായ് സുദർശൻ എമർജിംഗ് പ്ലെയർ ആയിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രാജസ്ഥാന്റെ 14-കാരൻ വൈഭവ് സൂര്യവംശിക്കാണ് സൂപ്പർ സ്ട്രൈക്കർ പുരസ്കാരവും നേടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 18ാം പതിപ്പില് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 18 വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്, അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ്: ഹു ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് പോളണ്ട്? പോളണ്ടിലെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കരോൾ നവ്രോക്കിയാണ്. പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് കരോൾ നവ്രോക്കി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരോക്ഷ പിന്തുണയുള്ള യാഥാസ്ഥിതിക ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ നേതാവാണ് നവ്രോക്കി. വലതുപക്ഷ ദേശീയവാദിയായ നവ്രോക്കി ചരിത്രകാരനും അതുപോലെ തന്നെ ബോക്സറുമാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യൂറോപ്യൻ അനുകൂല ലിബറൽ സഖ്യത്തിന്റെ റഫാൽ ട്രസ്കോവ്സ്കിയെ മറികടന്നാണ് 42-കാരനായിട്ടുള്ള നവ്രോക്കി വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? കരോൾ ടെഡിയസ് നവ്രോക്കി എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഡേറ്റ് ഓഫ് ബർത്ത്: അദ്ദേഹം ജനിച്ചത് 3 March 1983-ലാണ്. പോളിഷ് ഹിസ്റ്റോറിയൻ ആൻഡ് പൊളിറ്റീഷ്യൻ who is a president-elect of Poland since 1 June 2025. എന്നായിരുന്നു election അല്ലെ? അതാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് അല്ലെ? Since 2021 he has headed the Institute of National Remembrance. He was the director of Museum of the Second World War in Gdansk from 2017 to 2021. Navroki's research focuses on anti-communist opposition in Poland, organized crime in communist Poland, including its aftermath and the history of sports. In February 2024, he was listed as one of the persons wanted by the Russian Federation on criminal charges for the removal of monuments commemorating the presence of the Red Army on Polish territory in the years 1944. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എന്നാണ്? 3 March 1983-ലാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് 1 June 2025-നാണ്. അദ്ദേഹം മ്യൂസിയം ഓഫ് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഡയറക്ടർ ആണ് ഫ്രം 2017 to 2021. അതുപോലെ തന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ആന്റി കമ്മ്യൂണിസ്റ്റ് ഒപ്പോസിഷൻ, അതിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ക്രിമിനൽ ചാർജസ് ഉണ്ടായിരുന്നു ബൈ റഷ്യൻ ഫെഡറേഷൻ. ഇതിനു വേണ്ടിയാണ് ബൈ ദ റിമൂവൽ ഓഫ് ദ മോണ്യൂമെന്റ്സ് commemorating the presence of Red Army on Polish territory in the years of 1944 and 1989. On 24 November 2024, Navroki was announced and supported by law and justice as an independent candidate for the 2025 Polish presidential election. എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ
അദ്ദേഹം ബോക്സിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചരിത്രവും പോരാട്ടവും എല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോളണ്ടിന്റെ നായക സ്ഥാനത്ത് ഇനി ചരിത്രവും ബോക്സിംഗും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കരോൾ നവ്രോക്കിയുടെ ഊഴമാണ് കേട്ടോ. അപ്പൊ പോളണ്ടിലെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നവ്രോക്കി ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് യൂറോപ്യൻ അനുകൂല ലിബറൽ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയും വാൾസ മേയറുമായിട്ടുള്ള റഫാൽ ട്രസ്കോവ്സ്കിയാണ് പോളിഷ് ദേശീയവാദിയായിട്ടുള്ള നവ്രോക്കി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പോളണ്ട് ഫസ്റ്റ് എന്ന ആശയത്തിലൂന്നിയാണ് 42-കാരനായിട്ടുള്ള നവ്രോക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തിരിക്കുന്നത്. നിലവിലെ പ്രസിഡന്റും PIS നേതാവുമായിട്ടുള്ള ആന്ദ്രേ ഡൂഡ ഓഗസ്റ്റ് 6-ന് സ്ഥാനമൊഴിയുന്നതോടെ നവ്രോക്കി ചുമതലയേൽക്കും. അപ്പൊ ഓഗസ്റ്റ് 6 തൊട്ടിട്ട് ഇപ്പൊ പ്രസിഡന്റ് എലക്ട് ഓഫ് പോളണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ന്യൂ പ്രസിഡന്റ് എപ്പോഴാണ് ആവുക? ഓഗസ്റ്റ് 6-നാണ് ആകുന്നത്. ഓക്കെ, അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന്റെ പാത പിന്തുടരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് 18th session of the UN General Assembly? Who has been elected as the president of the 18th session of the UN General Assembly? The right answer is Annalena Baerbock. HEMS Annalena Baerbock has been elected as the president of the 18th session of the UN General Assembly. Okay. അപ്പോ ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭയുടെ പുതിയ അധ്യക്ഷയായിട്ട് ജർമ്മനിയിലെ മുൻ വിദേശകാര്യമന്ത്രി അനലീന ബെയർബോക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 193 അംഗസഭയില് 167 വോട്ട് നേടിയാണ് അനലീന തെരഞ്ഞെടുക്കപ്പെട്ടത്. 193 അംഗസംഖ്യയില് 167 വോട്ട് നേടിയിട്ടാണ്. റഷ്യ വിരുദ്ധ നയങ്ങളുടെ പേരിൽ റഷ്യയുടെ എതിർപ്പ് മറികടന്നാണ് അനലീന ജയിച്ചിരിക്കുന്നത്. ജർമ്മനിയിലെ കഴിഞ്ഞ ചാൻസലർ തെരഞ്ഞെടുപ്പില് ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന നേതാവായിരുന്നു ആര്? അനലീന. ഓരോ മേഖലയുമായി സംവരണം ചെയ്തിരിക്കുന്ന അധ്യക്ഷ പദവി എത്ര വർഷത്തേക്കാണ്? ഒറ്റ വർഷത്തേക്കാണ് കേട്ടോ. സോ ഹു ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ 18th സെഷൻ ഓഫ് ദ UN ജനറൽ അസംബ്ലി? ദ റൈറ്റ് ആൻസർ ഈസ് അനലീന ബെയർബോക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം, ഹു വൈഡ്ലി നോൺ ആസ് ഇന്ത്യാസ് ടൈഗർ മാൻ was a passionate and influential wildlife conservationist who dedicated over 5 decades to the study and protection of tigers and their habitats, particularly in Ranthambore National Park. So, who widely known as India's Tiger Man? The right answer is ആരാണ്? വാൽമീക് തബർ. അദ്ദേഹം ഈയിടെയാണ് 2025-ലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ ടൈഗർ മാൻ എന്ന പേരിലാണ്. അപ്പൊ ഇന്ത്യയുടെ ടൈഗർ മാൻ എന്ന പേരില് ആഗോള പ്രശസ്തി നേടിയ പരിസ്ഥിതി സംരക്ഷകനും കടുവ നിരീക്ഷകനുമാണ് അടുത്തിടെ അന്തരിച്ച വാൽമീക് ദാപ്പർ. ഇന്ത്യൻ കടുവ പഠനത്തിന്റെ പരമാചാര്യൻ എന്ന വിശേഷണ അർഹനായ ദാപ്പർ ദേശീയ മൃഗമായ കടുവയുടെ ഗാംഭീര്യം, പ്രൗഢിയും എടുപ്പിലും നടപ്പിലും പകർത്തിയ വ്യക്തിയും കൂടിയാണ്. സർവോപരി ജീവിതമാകെ കടുവകൾക്കായി മാറ്റിവെച്ച ഒരു വലിയ മനുഷ്യൻ, അതായിരുന്നു 73-ാം വയസ്സിൽ വിട പറഞ്ഞ ആര്? ദാപ്പർ. കടുവ നിരീക്ഷകൻ എന്ന ഒറ്റ വിശേഷത്തിൽ ഒതുക്കേണ്ട ആളല്ല വാൽമീക് ദാപ്പർ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുത്തുകാരനാണ്, ആക്ടിവിസ്റ്റ് ആണ്, നയരൂപീകരണ വിദഗ്ധനുമായിരുന്നു. കടുവകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷണത്തിനും വേട്ടയാടൽ വിരുദ്ധ നിയമങ്ങൾക്കുമായി എന്നും ശബ്ദമുയർത്തിയ ദാപ്പർ വന്യജീവി സംരക്ഷണത്തിനായി 5 പതിറ്റാണ്ടോളം ആക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണ്. രാജസ്ഥാനിലെ രണ്ടംബോർ വന്യജീവി സങ്കേതത്തിന്റെ സംരക്ഷണത്തിനായിട്ട് 1988-ൽ രൂപീകരിച്ച രണ്ടംബോർ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ സഹസ്ഥാപകൻ കൂടിയായ അദ്ദേഹം നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ്, ടൈഗർ ടാസ്ക് ഫോഴ്സ് തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 150-ലേറെ കമ്മിറ്റികളിൽ അംഗവുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വലിയ വലിയ ചാനലുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BBC, നാഷണൽ ജോഗ്രഫിക് ചാനൽ, ഡിസ്കവറി എന്നിവയ്ക്ക് വേണ്ടി ദാപ്പർ ഒരുക്കിയ വൈൽഡ് ലൈഫ് ഡോക്യുമെന്ററികളും ഏറെ ജനശ്രദ്ധ നേടിയവർ തന്നെയാണ്. ദാപ്പർ അവതാരകനും സംവിധായകനുമായിട്ടുള്ള ദ ലാൻഡ് ഓഫ് ദി ടൈഗർ എന്ന ഡോക്യുമെന്ററി അതിലൊന്നാണ്. ദ സീക്രട്ട് ലൈഫ് ഓഫ് ടൈഗേഴ്സ് എന്ന ആത്മകഥാംശമുള്ള കൃതി ഉൾപ്പെടെ 30ഓളം പുസ്തകങ്ങളുടെ രചയിതാവാണ് ആര്? വാൽമീക് ദാപ്പർ. ലാൻഡ് ഓഫ് ദി ടൈഗർ, എ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ടൈഗർ ഫയർ, 500 ഇയേഴ്സ് ഓഫ് ദി ടൈഗർ ഇൻ ഇന്ത്യ തുടങ്ങിയവ ദാപ്പറിന്റെ രചനകളാണ്. അദ്ദേഹം 10-ാം വയസ്സിലാണ് കോർബറ്റ് ദേശീയോദ്യാനത്തിലെ വിനോദയാത്രയ്ക്കിടെയാണ് കുഞ്ഞു ദാപ്പർ ആദ്യമായിട്ട് കടുവകളെ കാണുന്നത്. അന്ന് തുടങ്ങിയതാണ് കടുവകളോടുള്ള കടുവ പ്രേമം എന്ന് പറയുന്നത്.
ഡൽഹി സർവകലാശാലയിൽ നിന്ന് സ്വർണ്ണ മെഡലോടെ സോഷ്യോളജി ബിരുദം നേടിയ ദാപ്പർ BBC ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറിക്ക് രൺതംബോർ കടുവ സങ്കേതത്തിലെത്തിയോടെയാണ് ജീവിതം വഴിമാറിയത്. രൺതംബോറിലെ വനപാലകൻ ഫത്തേഹ് സിംഗ് ദാപ്പൂർ അദ്ദേഹത്തിന് എന്താക്കി ടൈഗർ ഗുരു എന്ന വിശേഷണവും നൽകി. റാദോറിൽ നിന്ന് കാടിനെ അടുത്തെറിഞ്ഞും കടുവകളെ കുറിച്ച് പഠിച്ചുമാണ് ദാപ്പർ കാട് കയറിയത്. പ്രവർത്തക ദമ്പതികളായ റോമേഷ് ദാപ്പറിന്റെയും രാജ് ദാപ്പറിന്റെയും മകനായിട്ട് 1952 മുംബൈയിൽ ജനിച്ച വാൽമീകിന്റെ കുടുംബവേരുകൾ പാകിസ്ഥാനിലെ ലാഹോറിലാണ്. ചരിത്രകാരിയായിട്ടുള്ള റോമില ദാപ്പർ പിതൃ സഹോദരിയാണ്. നടൻ ശശി കപൂറിന്റെ മകളും അഭിനേത്രിയുമായിട്ടുള്ള സഞ്ജന കപൂർ ആണ് ദാപ്പറിന്റെ ഭാര്യ. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, വെൻ ഈസ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ? എന്താണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ എന്നാണ്? The right answer is June 7. 7th June 2025 is considered as World Food Safety Day. And what is the theme of World Food Safety Day? Food Safety Science in Action is the theme of World Food Safety Day. Okay. അടുത്ത ചോദ്യം, when is World Blood Donor Day observed? എന്നാണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നാണ്? The right answer is June 14. കാണാൻ കഴിയുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അതിന്റെ തീമാണ്. WHO ഇറക്കിയിട്ടുള്ള തീമാണ് ഇതൊരു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫിഗർ എന്നോട് പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം. The 14th June 2025 is considered as World Blood Donor Day. And what is the theme for World Blood Donor Day? Give blood, give hope, together we save life is the theme of World Blood Donor Day. Give blood, give hope. അപ്പോൾ ജൂൺ 14 ആണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. ഓക്കെ, അടുത്ത ചോദ്യം, when is വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ഒബ്സർവ്ഡ്? എന്നാണ് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ? അത് എന്നാണ്? 8th June 2025 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ഓക്കെ, അടുത്തത് നമുക്ക് ജൂൺ മാസത്തിലെ ഓരോ ദിവസങ്ങളുടെ പ്രത്യേകത ഒന്ന് വേഗം നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പൊ ജൂൺ 1 എന്ന് പറയുന്നത് വേൾഡ് മിൽക്ക് ഡേ ആണ് അല്ലെ? ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ മാത്രമല്ല, ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ്. ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ് കൂടിയാണ് ഇത് ജൂൺ 1 എന്ന് പറയുന്നത്. ജൂൺ 2 തെലങ്കാന ഫോർമേഷൻ ഡേ ആണ്. June 2 is considered as Telangana Formation Day and also it is an International Sex Workers Day. And June 3 എന്ന് പറയുന്നത് വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ്. June 4 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിം ഓഫ് അഗ്രഷൻ. June 5 is the വേൾഡ് എൻവയോൺമെന്റ് ഡേ. ഇത് നമുക്കറിയാലോ, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. June 7 is the വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. നമ്മൾ പറഞ്ഞു. June 7 എന്ന് പറയുന്നത് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. June 8 എന്ന് പറയുന്നത് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആണ്. June 8 വേൾഡ് ഓഷ്യൻസ് ഡേ കൂടിയാണ്. June 8. ഓക്കെ, അപ്പൊ ജൂൺ 1-നും 2 പ്രത്യേകതകളുണ്ട്, 2-നും 2 പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ 8-ന് വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേയും ആണ്, വേൾഡ് ഓഷ്യൻസ് ഡേയും കൂടിയാണ്. June 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. June 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ അല്ലെ? June 14 നമ്മൾ പറഞ്ഞു വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. June 15 വേൾഡ് വിൻഡ് ഡേ. ഓക്കെ, June 15 വീണ്ടും വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ. June 16 martyrdom of Guru Arjan Dev. June 17 World Day to Combat Desertification and Drought, International Day ആണ്. Autistic Friday June 18 and International Picnic Day June 18. June 19 World Sickle Cell Awareness Day. ഒരുപാട് അവയർനെസ് ഡേയ്സ് ആണ് ജൂൺ മാസങ്ങളിൽ വരുന്നത് അല്ലെ? June 19 World Sauntering Day. June 20 World Refugee Day, International ആണ്. June 21 വേൾഡ് മ്യൂസിക് ഡേ. June 21 തന്നെ വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ. June 21 ഇന്റർനാഷണൽ യോഗ ഡേ ഈസ് കൺസിഡർഡ് ആസ് June 21. അതുപോലെ തന്നെ എന്താണ്? June 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ്. June 23 തന്നെ യുണൈറ്റഡ് നാഷൻസ് പബ്ലിക് സർവീസ് ഡേ ആണ്. June 23 ഇന്റർനാഷണൽ വിഡോസ് ഡേ ആണ്. June 26 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ്. ഓക്കെ, June 26 International Day in Support of Victims of Torture. June 30 World Asteroid Day ആണ്. 3rd Sunday of June World Father's Day. Okay, so June മാസത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലേ? അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, Who is the 11th player to be inducted into the ICC Hall of Fame? അതായത് എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുന്ന 11ാമത്തെ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് ചോദ്യം.
Who is the 11th Indian player to be inducted into the ICC Hall of Fame? The right answer is MS Dhoni. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ MS ധോണി ഉൾപ്പെടെ 7 താരങ്ങളെ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഹാൾ ഓഫ് ഫെയിമിൽ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 115 ആയിട്ടുണ്ട്. ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുന്ന 11ാമത്തെ ഇന്ത്യൻ താരമാണ് MS ധോണി. വേറെ ആരൊക്കെയാണ്? ഗ്രേം സ്മിത്ത്, ഹാഷിം അംല, ഡാനിയൽ വെട്ടോറി, മാത്യു ഹെയ്ഡൻ, സെന മിർ, സാറ ടൈലർ എന്നിവരാണ് ഹാൾ ഓഫ് ഫെയിമിലെ പുതിയ താരങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയേണ്ടത് ഇന്ത്യക്കാരുടെ കാര്യമാണ്. ഹു ഇസ് ദ 11th ഇന്ത്യൻ പ്ലെയർ to be inducted into the ICC Hall of Fame? The right answer is MS Dhoni. അടുത്ത ചോദ്യം. South Africa defeated which team to win the 2023-25 World Test Championship? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? 2023-25 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് സൗത്ത് ആഫ്രിക്കയാണ്. നമുക്കറിയാം. സൗത്ത് ആഫ്രിക്ക ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. ഫൈനലിൽ ആരൊക്കെയായിരുന്നു? ആരൊക്കെ തമ്മിലാണ് മത്സരം നടന്നത്? ഫൈനലിൽ നമ്മൾ വിജയിച്ചത് സൗത്ത് ആഫ്രിക്കയാണ്. 2023-25 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് സൗത്ത് ആഫ്രിക്കയാണ്. ഡിഫീറ്റ് ചെയ്തത് ആരെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ആരാണ്? ഓസ്ട്രേലിയ അല്ലെ? ഡിഫീറ്റഡ് ഓസ്ട്രേലിയ. സൗത്ത് ആഫ്രിക്ക വിൻസ് ഫസ്റ്റ് ICC ടൈറ്റിൽ ഇൻ 27 years. അപ്പൊ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരുപാട് കാത്തിരിപ്പിന്റെ, അതായത് നമ്മൾ പറഞ്ഞു 18 വർഷങ്ങൾക്ക് ശേഷം RCB വിൻസ് IPL. അതുപോലെ തന്നെ 27 വർഷങ്ങൾക്ക് ശേഷം സൗത്ത് ആഫ്രിക്ക വിൻസ് ICC ടൈറ്റിൽ. അപ്പൊ ഒരുപാട് കാത്തിരിപ്പിന് എന്താ പറയാ ഫലം നൽകിയ ഒരു മാസമാണ് ജൂൺ മാസം 2025 എന്ന് പറയുന്നത് അല്ലെ. 2023-25 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ, ഇപ്പൊ നിലവിലെ ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്, 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ടെമ്പ ബബുമ നയിച്ച ദക്ഷിണാഫ്രിക്ക ജേതാക്കളായത്. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നൊക്കെ പറയുന്ന പോലെ 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഒരു ICC ടൂർണമെന്റിൽ കിരീടം നേടുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് കാത്തിരിപ്പിന്റെ ഒരു ഫലമാണിത്. അപ്പോ ICC ടൂർണമെന്റിലെ ഫൈനലില് സെഞ്ചുറി നേടുന്ന ആദ്യ ദക്ഷിണാഫ്രിക്കക്കാരനാണ് ഐഡൽ മാർക്രം. ഐഡൽ മാർക്രമാണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത്. 1998 ബംഗ്ലാദേശിൽ നടന്ന ICC നോക്കൌട്ട് ട്രോഫിയിൽ ചാമ്പ്യന്മാരായതാണ് ദക്ഷിണാഫ്രിക്കയുടെ ഏക നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 2023-25 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഓസ്ട്രേലിയ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ജേതാക്കളായിരിക്കുകയാണ് അല്ലെ, 27 വർഷങ്ങൾക്ക് ശേഷം. ഇനി ഇതില് നമ്മള് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. 2019-21 ന്യൂസിലൻഡ് ആയിരുന്നു. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യയാണ്. ഇന്ത്യയെ 8 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ. ഇനി 2021-23 ഓസ്ട്രേലിയ ആയിരുന്നു. അതും ഇന്ത്യയെ തന്നെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയെ 209 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. അടുത്ത 2023-25 സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഓസ്ട്രേലിയയാണ്. 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. Which is the new internet radio channel has been launched by the State Child Rights Commission with the aim of protecting the rights of children and creating awareness? അതായത് കുട്ടികളുടെ അവകാശ സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച പുതിയ ഇന്റർനെറ്റ് റേഡിയോ ചാനൽ ഏതാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് റേഡിയോ നെല്ലിക്ക. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, ലഹരി, സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ, ആത്മഹത്യകൾ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ തുടങ്ങിയ വർദ്ധിച്ചു വരുന്ന സാഹചര്യം പരിഹരിച്ചാണ് ഈ പദ്ധതി റേഡിയോ നെല്ലിക്ക എന്നൊരു പദ്ധതി രൂപീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ റേഡിയോ നെല്ലിക്ക എന്നുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർക്കിടയിൽ ബാലനീതി, പോക്സോ, സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസ അവകാശം എന്നിവ സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനും റേഡിയോ നെല്ലിക്ക എന്നുള്ള പദ്ധതി ലക്ഷ്യമിടുന്നു. ഓക്കെ, ലോകത്ത് എവിടെ നിന്നും 24 മണിക്കൂറും കേൾക്കാൻ സാധിക്കുന്ന തരത്തിലാണ് റേഡിയോയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ 4 മണിക്കൂർ പ്രോഗ്രാം ആകും സംപ്രേഷണം ചെയ്യുക. ബാലാവകാശ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ അവലോകനം ചെയ്യാനും ബാലാവകാശ ലംഘന കേസുകൾ അന്വേഷിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി നിലവിൽ വന്നതാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ
2013 ജൂൺ 3, അതായത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച 2013 ജൂൺ 3-നാണ്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാറാണ്. 1989 നവംബർ 20-ന് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച കുട്ടികളുടെ സർവ്വലൗകിക അവകാശ ഉടമ്പടി സുരക്ഷിത ബാല്യത്തിന് ഓരോ രാജ്യവും ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 1989 നവംബർ 20-ന്. ഓക്കെ, UNCRC എന്താണത്? യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് നിലവിൽ വന്നത് 1990 സെപ്റ്റംബർ 2-നാണ്. UNCRC. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.